സോളിഡ് പാർട്ടിക്കിൾ ആയിരിക്കും കംപ്രസ് ചെയ്യുന്നത്. അതിനെയാണ് ഇനീഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൈമറി കൺസോൾട്ടേഷൻ. ഈ ലോഡ് മുകളിൽ ഇരിക്കുവാണല്ലോ, ആ ലോഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സോയിലിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. ആ വോളിയം റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ടർ പുറത്തേക്ക് പോയിട്ടാണ്. ആ കൺസോളിഡേഷൻ, ആ ഫർദർ റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈമറി കൺസോളിഡേഷൻ. ഇനി അതെങ്ങനെയാണ് പറയണമെന്നാണ് പറഞ്ഞത്. ഒരു സാച്ചുറേറ്റഡ് സോയിലാണെന്ന് വിചാരിക്കൂ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ സാച്ചുറേറ്റഡ് സോയിൽ നമ്മൾ ലോഡ് കൊടുത്തു. ഇനീഷ്യൽ ലോഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ സാച്ചുറേറ്റഡ് സോയിലിലെ സോളിഡ് പാർട്ടിക്കിളിലാണ് ആദ്യം ആ ലോഡ് വരിക. അപ്പോൾ നടക്കുന്ന വോളിയം ചേഞ്ചിനെ നമ്മൾ ഇനീഷ്യൽ കൺസോൾട്ടേഷൻ എന്ന് പറയും. വീണ്ടും ആ ലോഡ് അങ്ങനെ തന്നെ ഇരിക്കുവാണല്ലോ, ഗ്രാജുവൽ പ്രോസസ്സാണിത്. അപ്പം ആ ലോഡ് ഇരിക്കണോണ്ട് എന്ത് ചെയ്യും? ഈ ലോഡിൻ്റെ ഇഫക്റ്റ് എങ്ങോട്ട് വരും? വോയിഡ്സിലുള്ള വാട്ടറിൽ വരും. അപ്പോൾ ആ ലോഡ് വാട്ടറിൽ എന്ത് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും? വാട്ടർ പുറത്തേക്ക് ഒഴുകും, എക്സ്പെൽ ചെയ്യും. അന്നേരം എന്ത് ചെയ്യും? ഈ വോയിഡ്സ് എല്ലാം കൂടെ അടുത്തേക്ക് വരും, വീണ്ടും ക്ലോസ്ഡ് ആവും. അപ്പോൾ വോളിയം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തു പോകും. അങ്ങനെ ഉണ്ടാകുന്ന റിഡക്ഷനാണ് എന്ത്? പ്രൈമറി കൺസോൾട്ടേഷൻ. ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തതാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ. സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? വോളിയം റിഡക്ഷൻ തന്നെയാണ്. അത് റിഡക്ഷൻ വോളിയമാണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈമറിക്ക് ശേഷവും എന്ത് ചെയ്യും? ലോഡിങ്ങിന് ഇരിക്കുവാണല്ലോ, അപ്പം വോളിയം വീണ്ടും റെഡ്യൂസ് ചെയ്യും. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന അതേ റേറ്റിൽ, അതേ സ്പീഡിലായിരിക്കില്ല വോളിയം റെഡ്യൂസ് ചെയ്യുക. ആ വോളിയം റെഡ്യൂസ് ചെയ്യുന്ന റേറ്റ് പതുക്കെ കുറഞ്ഞു പോകും പ്രൈമറി കൺസോൾട്ടേഷന് ശേഷം. ദെൻ ഈ പ്രൈമറി കൺസോൾട്ടേഷന് ശേഷം അഡീഷണലി എത്ര വോളിയം റെഡ്യൂസ് ചെയ്തോ അതിനെയാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറയുക. ഇനി ഈ സെക്കൻഡറി റിഡക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി കൺസോൾട്ടേഷൻ നടക്കാൻ കാരണം എന്താണ്? ഈ സോയിലും വാട്ടറും എന്ത് ചെയ്യും? അതിനെ റീഅറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസും വാട്ടറും കൂടെ എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിൽ റീഅറേഞ്ച്മെൻറ്റുകൾ വരുത്തും, അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ഉണ്ടാകുന്ന കൺസോൾട്ടേഷനാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ. ഇറ്റ് ഈസ് ഓൾസോ റിഡക്ഷൻ ഇൻ ദ വോളിയം ആഫ്റ്റർ പ്രൈമറി കൺസോളിഡേഷൻ. എങ്ങനെ ഉണ്ടാവണേ? ഇറ്റ് ഈസ് ഡ്യൂ ടു റീഅറേഞ്ച്മെൻറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. ദെൻ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തുന്നത് പ്രൈമറി കൺസോൾട്ടേഷനാണ്. ഹലോ, കേൾക്കണല്ലേ? ഹലോ, ഓക്കെ. ഇതാണ് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഓഫ് കൺസോൾട്ടേഷൻ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സ്റ്റേജസും ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിച്ചു ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനീഷ്യൽ, പ്രൈമറി, സെക്കൻഡറി. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ പ്രൈമറി കൺസോൾട്ടേഷൻ ആണെന്ന് പറഞ്ഞു. അതാണ് ഈ താഴെ കാണിക്കുന്ന ഫിഗർ. സൗണ്ട് ക്ലിയർ അല്ലല്ലോ, കട്ടായി പോണ്ടോ? ഹലോ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഹലോ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് മിസ്സേ, കേൾക്കാൻ മേല. ഇപ്പൊ കേൾക്കാമോ? ഹലോ, ഇപ്പൊ ഓക്കെയാണോ? കഴിഞ്ഞ ദിവസം വന്ന പോലെയുള്ള ആ പ്രശ്നം, അത് ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. ഹലോ, ഇപ്പൊ ഓക്കെയാണോ? ഇല്ല മിസ്സേ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ പൊട്ടല് പടപടാന്ന് കേട്ടു. ഇപ്പോഴോ? ഹലോ, ഓക്കെ, കുഴപ്പമില്ല. പ്രൈമറി കൺസോൾട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രൈമറി കൺസോൾട്ടേഷൻ നമ്മൾ ഒരു എക്സ്പീരിമെൻ്റൽ പ്രോസസ്സ് പോലെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന മെത്തേഡാണ് സ്പ്രിംഗ് അനലോഗി ഓഫ് പ്രൈമറി കൺസോൾട്ടേഷൻ. പ്രൈമറി കൺസോൾട്ടേഷൻ ഒന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ക്ലിയർ ആവുന്നില്ല മിസ്സേ. കട്ടായി പോവാണോ? ഹലോ, കട്ടായി പോകുന്നില്ല. മിസ്സിന്റെ സൗണ്ട് കുറവ്, അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഡിസ്റ്റർബൻസ് സൗണ്ട് ഉണ്ട്. ഹലോ, ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി ഒരു ഇതുമില്ല. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ?
ഹലോ അല്ല മിസ്സേ വോയിസ് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്തോ ലൂസ് കോണ്ടാക്ട്